ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ടെക്കിടാസ് വേൾഡിലേക്ക് സ്വാഗതം. പിന്നെ നമ്മളന്ന് കാട്ടാൻ പോകുന്ന നമ്മൾ കുറച്ച് പയർ, വായൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പയറുകൾ, കയ്പ്പങ്ങ, അതുപോലെ മത്തൻ ഇതൊക്കെ നട്ടിരുന്നു. അപ്പോൾ പയറൊക്കെ നല്ലോണം കായ്ച്ച് തുടങ്ങി. നല്ല ഉഷാറായിട്ടുണ്ടായി. നല്ല നീളമുള്ള പയറാണ്, അടിപൊളിയാണ്. അപ്പം അന്ന് വെറുതെ ഒരു പാക്കറ്റ് പിന്നെ വിത്ത് വാങ്ങിക്കാഞ്ഞ് അങ്ങനെ ഓരോരോ വായൻ്റെ അരിയത്തും കുറച്ചിട്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോയിട്ട് തന്നെയല്ലേ കുറേ ദിവസത്തെ. അപ്പോൾ ചെന്നപ്പോഴൊക്കെ എല്ലാം മുളച്ച്, പിന്നെ കമ്പൊക്കെ കുത്തി കൊടുത്ത് സാറാണ്. അതുപോലെ തന്നെ മത്തന് പിന്നെ നമ്മൾ വീട്ടിൽ വാങ്ങിയതിൻ്റെ വിത്തെടുത്തത് അങ്ങനെ ഇട്ടതായിരുന്നു. അത് വലിയ ഉസാറൊന്നുമില്ല, എങ്കിലും 4 കായ് കിട്ടിയാൽ കിട്ടി. പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ കായൊന്നും ഒന്നും കണ്ടില്ല. അതെ, ഉസാറായിട്ടുണ്ടായി. ഇപ്പം മഴ കിട്ടിയപ്പോൾ ഉസാറാണ്. അത് കയ്പ്പങ്ങാണ്. ഇത് പടു പൊളിച്ചതാണ്, അവിടെ തന്നെ ഉണ്ടായതാണ്. അപ്പോൾ നമ്മൾ കൊമ്പൊക്കെ കുത്തി കൊടുത്തുക. അപ്പോൾ പിന്നെ കായൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ട് ചിലപ്പോൾ അങ്ങനെ പടു നോക്കുമ്പോൾ നല്ല ഇഷ്ടം പോലെ കായിട്ടു. ഇത് എന്താണെന്ന് വെച്ചാൽ ഈ കായ്ച്ച വല്ലാതെ കുത്തിക്കുള്ളൂ, അതാണ് പ്രശ്നം. പയർ നല്ല ഉഷാറായിരിക്കും. ഇപ്പം നമുക്ക് പറിക്കാൻ പിന്നെ വിളവെടുക്കാനുണ്ട് കുറച്ച് പയറുകളൊക്കെ. അവിടെ ഇവിടെയൊക്കെ ഉണ്ട് മൂത്തത്, അടിപൊളിയാണ്. വേണ്ട അതിലൊക്കെ നല്ല മൂത്ത നമുക്ക് വിളവെടുക്കാനായതുണ്ട്. നല്ല നീളമുള്ള പയറാണ്, അടിപൊളി. അപ്പോൾ കുറച്ച് വിളവെടുത്ത് നമുക്ക് തോരൻ ഉണ്ടാക്കാനൊക്കെ കിട്ടി. വായ ഉഷാറാണ്. വായപ്പോൾ 3 മാസം കഴിഞ്ഞ് 4ാമത്തെ മാസത്തിലാണ്. ഏതൊക്കെ അന്ന് ആദ്യം കുറച്ച് വൈകിപ്പോയി വളം കൊടുക്കാനും ഒക്കെ, അതുകൊണ്ട് ലേശൊരു വളർച്ചക്കുറവുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ ഉഷാറാണ്. കൃഷി ഒരു ഉഷാറാണ്. കൃഷി എന്ന് നമ്മൾ പോയി നോക്കി എൻ്റെ അരിയത്തൂടെയൊക്കെ ഒന്ന് വട്ടത്തിന് നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന ഒരു ഉഷാർ തന്നെയാണ്. ഒരു വല്ലാത്ത അനുഭവമാണ്. നമ്മൾ വേറെ ഒരു സ്ഥലത്താണ്. അതൊക്കെ ഇപ്പോൾ അങ്ങോട്ട് പോയിട്ട് ഇപ്പോൾ ഒരു 2-3 മാസമായി. ഇപ്പോൾ കാട് ഒക്കെ വളർന്നു കഴിഞ്ഞ്, ഇനിയിപ്പോൾ കാടൊക്കെ ഞാനൊരു തലക്കുന്ന നമ്മൾ കത്തി കൊണ്ട് വെട്ടൽ തുടങ്ങി. ഇപ്പം 3 മാസം പോരെ അങ്ങോട്ട് പോയിട്ട്, മഴ കൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ലേ. അതിൻ്റെ ഇടയിൽ പനി പിടിച്ച് അങ്ങനെ എല്ലാം കൂടി പോകാൻ കുറേ വൈകി. കുറച്ച് ദൂരത്തായങ്ങോട്ട്. അപ്പോൾ കാട് ഇനിയിപ്പോൾ കാടൊക്കെ ഒന്ന് ഒഴിവാക്കണം. എന്നെ 4 ദിവസം പണി ഉണ്ടാവും. കാട് തന്നെ കത്തി കൊണ്ട് വെട്ടിയിട്ട് പിന്നെ ഒക്കെ ചെത്തി പോകണം. അങ്ങനെയൊക്കെയാണ്. ഇതിപ്പോൾ നമ്മൾ സീതപ്പഴത്തിൻ്റെ തൈ. ഇത് ഞങ്ങൾ സീതപ്പഴം വാങ്ങിയപ്പോൾ എന്നെ കുരു മുളപ്പിച്ച് ഉണ്ടാക്കി. ഇപ്പോൾ ഒരു വർഷമൊക്കെ ആയി. ഇത്രേ ആയിട്ടുള്ളൂ. ഒരു വർഷമായ തൈയാണ്. ഇതിൻ്റെ ഇടയിലൊരു മുളക് തൈ വളർന്നിരുന്നത്. അപ്പോൾ അതിന് മാറ്റി നടണം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇവിടെ എൻ്റെ പേരാണ്.